ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പിക്സീസ് വ്ലോഗ്. അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിയേക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മൾ ഓരോരുത്തർക്കും അവരുടേതായ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, നമ്മുടെ ഹോബീസ് അങ്ങനെയൊക്കെ എനിക്കുണ്ട്. സോ അതിനെക്കുറിച്ച് നിങ്ങളുടെ അടുത്തേക്ക് പറയാനായിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഓക്കെ. സോ എനിക്ക് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കൂടുതലും മലയാളം സാഹിത്യം അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി ഇഷ്ടമുള്ള ഒരാളാണ്. എൻ്റെ ഷോർട്സ് കാണുന്നവർക്ക്, ഓൺ വോയിസിൽ വരുന്ന ഷോർട്സ് കാണുന്നവർക്കറിയാം, കുറച്ച് ഡ്രാമാറ്റിക് ആയിട്ടായിരിക്കും ചിലപ്പോൾ പോവുക. സോ അത് പറഞ്ഞു വരുമ്പോൾ മലയാളം അതുപോലെ ഫ്ലുവൻസി വരുന്നതാണ്, അങ്ങനെ പറ്റിപ്പോകുന്നതാണത്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മലയാള സാഹിത്യം അങ്ങനെയുള്ള സാധനങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ മലയാളം ചെറുതായിട്ട്, വലുതായിട്ടെന്ന് പറഞ്ഞൊരു കവിത, കഥ അങ്ങനെയൊന്നുമല്ല, ചെറുതായിട്ട് ഇപ്പം നമ്മുടെ തന്നെ ചാനലിട്ടിട്ടുള്ള കൊല്ലം ജില്ല, ട്രിവാൻഡ്രം ജില്ല, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, അപ്പോൾ അതിൻ്റെയൊക്കെ പോയിൻറ്റുകൾ എടുത്ത് അത് സ്ക്രിപ്റ്റഡ് ആക്കി അങ്ങനെ എഴുതാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഐ തിങ്ക് ഇത് ഫസ്റ്റ് സ്ക്രിപ്റ്റഡ് അല്ല ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. ഞാൻ കുറേ വട്ടം എഴുതി നോക്കിയതിന് ശേഷമാണ് നമ്മുടെ ചാനലിലേക്ക് അതുപോലെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതായിരുന്നു ഇനിഷ്യലി എനിക്കിഷ്ടം ഉണ്ടായിരുന്നത്. അങ്ങനെ മലയാള സാഹിത്യത്തിൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഇങ്ങനെ കൂടി വന്ന് ഇടയ്ക്ക് വെച്ച് എൻ്റെ കയ്യിൽ നിന്ന് പോയെങ്കിലും വീണ്ടും അത് എന്താ പറയുക, റീസ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഇതേപോലെ നമ്മുടെ ഫോണിൽ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുമല്ലോ, അങ്ങനെ ഫോട്ടോസ് എടുത്തു. ഇതുപോലെ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ ഇടാറുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്, വെറുതെ ഫോട്ടോസ് എടുക്കുക അങ്ങനെയൊക്കെ. അങ്ങനെ ഒരു ദിവസമാണ് കഴിഞ്ഞ വർഷം ഒരു ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളെ സമയത്താണ് എനിക്കൊരു ഫ്രണ്ടിനെ ഞാൻ പരിചയപ്പെട്ടു. സോ ആൾ എൻ്റെ സ്റ്റാറ്റസ് കാണാനിടയാവുകയും തുടർന്ന് ഞങ്ങൾ തമ്മിൽ സ്റ്റാറ്റസ് ഫോട്ടോഗ്രാഫി അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. അതിൻ്റെ ബേസിസിലാണ് ആൾ കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു, എങ്ങനെയാണ് ഫോട്ടോ എടുക്കണ്ടേ, ട്രിക്ക് എന്താ, ഇങ്ങനെയൊക്കെ എടുക്കാം, എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ആൾ പറഞ്ഞു തന്നു. ഐ തിങ്ക് അത് എൻ്റെ പാഷൻ, അല്ലെങ്കിൽ എൻ്റെ സാഹിത്യത്തിൽ മാത്രം ഒതുങ്ങി നിന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ചേഞ്ച് തന്ന ഒരു ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു ആളുമായിട്ടുള്ളൊരു കണ്ടുമുട്ടൽ. സോ അവിടെ നിന്നുമാണ് ഞാൻ ഫോട്ടോഗ്രാഫി ഇത്രത്തോളം ഇഷ്ടപ്പെട്ടത്. അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ഓരോരുത്തരും കാണുന്ന തരത്തിലേക്കുള്ള വീഡിയോസ് കാര്യങ്ങൾ, ഒരുപക്ഷെ വീഡിയോസിന് ക്വാളിറ്റി ഇല്ലാത്ത വീഡിയോസ് വരാറുണ്ട്, പക്ഷേ എങ്കിൽ പോലും കുറേ വീഡിയോസൊക്കെ അത് എടുക്കാനും അല്ലെങ്കിൽ അത് എടുക്കാനുള്ളൊരു ഇഷ്ടവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയത് അവിടെ നിന്നാണ്. സോ എൻ്റെ യാത്ര തുടങ്ങുന്ന ഈ ഒരു ഫോട്ടോഗ്രാഫി യാത്ര തുടങ്ങുന്നത് 2025 5 ഓഗസ്റ്റിലാണ്. അങ്ങനെ തുടങ്ങിയ യാത്ര എനിക്ക് തോന്നുന്നു ആദ്യം മുതലേ ഞാൻ കൂടുതലും പൂക്കൾ, അത്യാവശ്യം നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടാണ് എടുക്കാൻ ഇഷ്ടം. അതായത് കളർഫുൾ വിഷ്വൽസ്, നേച്ചറിൻ്റെ കളർഫുള്ളായിട്ടുള്ള വിഷ്വൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് എടുക്കാൻ ഇഷ്ടം. സോ അതായിരുന്നു എൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. കൂടുതലും പൂക്കളും വീട്ടിൽ തന്നെയുള്ള പൂക്കളും കായ്കളും ഒക്കെ ആയിരുന്നു. എൻ്റെ ഇടയ്ക്ക് മൂന്നാർ പോകാൻ ഇടയായി. ഇപ്പോൾ മൂന്നാറിൽ കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ടെറൈൻ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റി. ആഫ്റ്റർ ദാറ്റാണ് ഞങ്ങളുടെ മണാലി ഐവി വരുന്നത്. സോ ഐവി എന്നെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ലൊരു ഫേസ് ആയിരുന്നു, പക്ഷേ കുറേയൊക്കെ ഫോട്ടോസ് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. അങ്ങനെ തുടങ്ങിയ ഒരു യാത്രയാണ്. പിന്നീടാണ് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും അങ്ങനെ യൂട്യൂബ് ചാനലിലേക്ക് എത്തുന്നതും. സോ യൂട്യൂബ് ചാനലിൽ എത്തിയ സമയത്തും വീഡിയോസ് എടുക്കുക അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ഇഷ്ടങ്ങളുണ്ട്. സ്റ്റിൽ ആ ഇഷ്ടം കൂടെ പോകുന്നുണ്ട്. ഒപ്പം തന്നെ ഫോട്ടോഗ്രാഫി കുറച്ചും കൂടി മികച്ചതാക്കണം എന്നൊരാഗ്രഹവും മനസ്സിലേക്ക് വന്നു. അങ്ങനെയാണ് 2026 ഞാൻ എൻ്റെ ഫോട്ടോഗ്രാഫിക്കൊരു പേരൊക്കെ കൊടുത്ത്, ഒരു ലോഗോ ഒക്കെ കൊടുത്ത് ഒരു ഫോട്ടോഗ്രാഫി കുറച്ചും കൂടി ഇഷ്ടത്തിലേക്ക് കൊണ്ടുവരുന്നത്. സോ നിങ്ങൾക്ക് ചാനലിൽ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടാവും എന്ന് തോന്നുന്നില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ എൻ്റെ ഫോട്ടോഗ്രാഫിയുടെ ലോഗോ ഞാനിവിടെ കാണിക്കാം. സോ ഇതാണ് എൻ്റെ ചാനൽ. അപ്പോൾ ഞാൻ ചാനലായിട്ടൊന്നും കൊണ്ടുവരുന്നില്ല, ബട്ട് സ്റ്റിൽ എന്നും സ്നേഹം ഇഷ്ടം ഒരു മനസ്സിൽ സൂക്ഷിക്കുക എന്ന രീതിയിൽ ചെറിയൊരു ഫോട്ടോഗ്രാഫിക്ക് ഒരു പേര് കൊടുക്കണമെന്ന ആഗ്രഹത്തിന് പുറത്ത് മാത്രം കൊണ്ടുവന്നൊരു സാധനമാണ്. സോ അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ജേർണി എന്ന് പറയുന്നത്. അത്യാവശ്യം ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പേഴ്സണൽ, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി പാഷനായി മാറിയ ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതുപോലുള്ള പാഷൻസും കാര്യങ്ങളൊക്കെ കാണും. അത് നിങ്ങളായിട്ട് തിരിച്ചറിയുന്നത് കാണും, അല്ലെങ്കിൽ വേറൊരാൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആളായിട്ട് തരുന്ന പല ഒരു ടേണിംഗ് പോയിൻറ്റ്സ് ഇതുപോലെയുള്ള എനിക്ക് എൻ്റെ ഫ്രണ്ട് തന്ന കുറേ ടിപ്സ് കാര്യങ്ങളൊക്കെ. അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെയുള്ള ഒരു ഇതും
കഴിവുകളും അല്ലെങ്കിൽ ഓരോ പാഷൻസും ഓരോ മൊമെൻറ്റിൽ ഇത് കിട്ടട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്കത് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇതാണ് എൻ്റെ ജേണി. ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഞാൻ എടുത്ത കുറേ ഫോട്ടോസ് നിങ്ങളെ കാണിക്കുന്നുണ്ട്. സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തുടർന്നും ഇങ്ങനെയുള്ള വീഡിയോകളിലേക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടുതൽ വീഡിയോകൾ കാണുന്നതായിരിക്കും. ബൈ.